കോഴിക്കോട് DMO ഓഫീസിൽ കസേരകളി തുടരുന്നു. സ്ഥലമാറ്റം കിട്ടിയ ഡോക്ടർ രാജേന്ദ്രനും സ്ഥലം മാറിയെത്തിയ ആശാദേവിയും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. സ്റ്റേ നീക്കിയിട്ടും മുൻ DMO ഡോക്ടർ രാജേന്ദ്രൻ കസേര ഒഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് മലയമ്മ. ആശാദേവി ഇപ്പോൾ എവിടെയാണ് ഇരിക്കുക? സുജയ്, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് DMO ഓഫീസിൻ്റെ മുൻപിലാണ്. നമുക്ക് ആ DMO ഓഫീസിനകത്തേക്ക് പോയാൽ ഏറ്റവും കൗതുകകരമായ കാഴ്ച കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോഴിക്കോട് DMO ആയിട്ട് ആരാണ് അക്ഷരാർത്ഥത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴും നമുക്ക് ഇവിടെ ബോർഡ് കാണാം. ഡോക്ടർ N രാജേന്ദ്രൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 9-ാം തീയതിയാണ് ഇവിടെ നിന്നും ട്രാൻസ്ഫർ വരുന്നത്. അതിന് പിന്നാലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് റിലീവ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അത്തരത്തിൽ റിലീവ് ചെയ്യുകയും അതിനിടയ്ക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു സ്റ്റേ അദ്ദേഹം വാങ്ങിയെടുത്തു. അത് വാങ്ങിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഇവിടേക്ക് സ്ഥലം മാറി എത്തേണ്ട എറണാകുളത്തു നിന്നുള്ള ഡോക്ടർ ആശാദേവി ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഡോക്ടർ N രാജേന്ദ്രനെ കാണാം. അതിന് തൊട്ട് മുൻവശത്തായി ഡോക്ടർ ആശാദേവി ഇരിക്കുന്നതും കാണാം. അതായത് DMO ഓഫീസിൽ നിലവിലെ പ്രധാന സ്ഥാനത്തിരിക്കേണ്ട ആശാദേവി നേർ എതിർവശത്ത് ഡോക്ടർ N രാജേന്ദ്രൻ്റെ മുൻവശത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡോക്ടർ ആശാദേവി ഇവിടെ ജോയിൻ ചെയ്യാൻ വരുന്ന ഘട്ടത്തിൽ തന്നെ ഡോക്ടർ N രാജേന്ദ്രൻ, അതായത് മുൻ DMO പറഞ്ഞത് അദ്ദേഹത്തിന് സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിയമനം ഇവിടേക്ക് സാധ്യമല്ല എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തു. അദ്ദേഹം ഇവിടെ തുടരുകയും ചെയ്തു. അന്ന് ആശാദേവി ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഈ ഡോക്ടർ N രാജേന്ദ്രൻ റിലീവ് ചെയ്തു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ ആ സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് ഡോക്ടർ N രാജേന്ദ്രൻ തുടരുകയായിരുന്നു. ഇന്നലത്തോടുകൂടി ഡോക്ടർ N രാജേന്ദ്രൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സ്റ്റേ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഡോക്ടർ ആശാദേവിക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി അവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ ഇതിനോടകം സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഓഫീസിനകത്ത് നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് 2 പേരാണ് ഇപ്പോഴും DMOമാരായി ഇവിടെ ഉള്ളത്. ഇതിലാരാണ് അക്ഷരാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് തുടർന്നുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇവിടെ ഈ ഒരു കസേരകളി ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതിൽ DHS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഇടപെടൽ നടത്തി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അന്തിമമായ ഒരു തീർപ്പിലേക്ക് ഇനി എത്തേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ഒരു ഓഫീസിനകത്ത് 2 DMOമാർ ആരാണ് യഥാർത്ഥ കസേരയിൽ ഇരിക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തുടരുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് നിന്നും കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. സുജയ, ദീപക് മലയമ്മ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇന്ന്? ദീപക് ഒന്ന് ചോദിച്ചു നോക്കൂ. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ പ്രതികരണത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് അറിയിച്ചതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണത്തിന് മുതിരാത്തത്. പക്ഷേ നമ്മൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തീർപ്പിലേക്ക് എത്തും, ഒരു ഓർഡറിലേക്ക് വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയും ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോയാൽ ഈ സംവിധാനം മുന്നോട്ട് ചലിപ്പിക്കേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടുമെന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള അതൃപ്തി ഓഫീസിലുള്ള ആളുകൾ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം ഓഫീസിനകത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ 2 പേർ ഒരേ കസേരയ്ക്ക് വേണ്ടി ഒരേ ഇടത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനയും.